ഈ വേൾഡ് കപ്പിലെ ഡാർക്ക് ഹോഴ്സ് ആയി കണക്കാക്കപ്പെട്ടിരുന്ന തുർക്കിയെ ഓസ്ട്രേലിയ മലർത്തി അടിച്ചിട്ടുണ്ട്. അർദ ഗുളർ, യിൽദിസ്, കലനോള് പോലത്തുള്ള വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ് ഉണ്ടായിട്ടും കൂടി ഓസ്ട്രേലിയയെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഹൈ ഗൈസ്, വെൽക്കം ടു ആർവൈൻ ടോക്സ്. വേൾഡ് കപ്പ് സീരീസിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഫുട്ബോൾ കണക്ഷൻ കാണാനൊക്കെ ഇഷ്ടമാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നത് ഓർമ്മിപ്പിക്കുകയാണ്. ഓസ്ട്രേലിയ തുർക്കി മത്സരം നടന്നത് BC പ്ലേസ് വാൻകവറിൽ. 24 വർഷങ്ങൾക്ക് ശേഷമാണ് തുർക്കി ഈ വേൾഡ് കപ്പിലേക്ക് എത്തുന്നത്. ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് വന്നുള്ള തുർക്കി ആദ്യ കളിയിൽ തന്നെ പാളി എന്നുള്ളതാണ്. അർദ ഗുളർ, കെനാൻ യിൽദിസ്, കലനുള്ള പോലത്തുള്ള സൂപ്പർ താരങ്ങളുണ്ടായിരുന്നപ്പോൾ നമ്മൾ കരുതി തുർക്കിയാണ് ഈ കളിയിലെ ഫേവറേറ്റ്സ് എന്നുള്ളത്. പക്ഷേ ഓസ്ട്രേലിയ ദ സോക്കറോസ് ടോണി പോപ്പോവിക്കിന്റെ കീഴിൽ നല്ലൊരു പോരാട്ടം തന്നെ നമുക്ക് കാണിച്ചു തന്നു. മത്സരം തുടങ്ങിയത് തന്നെ ഭയങ്കര ടൈറ്റ് ആയിട്ടായിരുന്നു. തുർക്കി ബോൾ പൊസിഷൻ നേടുന്നെങ്കിലും കൗണ്ടർ അറ്റാക്കിലൂടെ വിറപ്പിച്ചിരുന്നു നമ്മുടെ ഓസ്ട്രേലിയ. അങ്ങനെ 27 മിനിറ്റിൽ ഓസ്ട്രേലിയ ആദ്യ വെടി പൊട്ടിച്ചു. സ്റ്റോറി ഇറാൻ കൊണ്ടായിരുന്നു സ്കോർ ചെയ്തത്. ഫാസ്റ്റ് ബ്രേക്കിൽ ഓടി വന്ന് ക്ലിനിക്കൽ റൈറ്റ് ഫൂട്ടഡ് ഷോട്ടോടെയാണ് ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത്. ഹാഫ് ടൈമിന് മുമ്പ് തുർക്കി സമനിലയ്ക്ക് നല്ല ശ്രമിച്ചെങ്കിലും പക്ഷേ ഫലമുണ്ടായില്ല. രണ്ടാം പകുതിയിൽ തുർക്കി ആക്രമണം കൂട്ടി. അതായത് ഫുൾ ടൈം ഓസ്ട്രേലിയൻ ഹാഫിലായിരുന്നു തുർക്കി. ഒരുപാട് ഷോട്ടോട്ട് തുർക്കി പ്ലേയേഴ്സ് നല്ലോണം ട്രൈ ചെയ്തിട്ടുണ്ട്. ഏകദേശം 30ഓളം ഷോട്ടുകളാണ് ഈ മത്സരത്തിൽ നിന്ന് പിറന്നത്. പക്ഷേ എല്ലാ ഷോട്ടുകൾക്കും വിലങ്ങുതടിയായി നമ്മുടെ ഓസ്ട്രേലിയൻ ഡിഫൻഡേഴ്സും അതുപോലെ തന്നെ ഗോൾ കീപ്പർ ബീച്ചും. ഓസ്ട്രേലിയൻ ഗോൾ കീപ്പർ പാട്രിക് ബീച്ചിന്റെ ആദ്യത്തെ വേൾഡ് കപ്പ് ആയിരുന്നത്. മാത്രമല്ല അൺബിലീവബിൾ സേവുകളാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. 75 മിനിറ്റിൽ ഓസ്ട്രേലിയയുടെ രണ്ടാമത്തെ ഗോൾ ഒരു കൗണ്ടർ അറ്റാക്കിലൂടെയാണ് ഈ ഗോൾ പിറന്നതാണ്. എൻറ്റയർലി ഗെയിം തുർക്കി കൺട്രോൾ ചെയ്യുന്നിടയ്ക്ക് ഒരു മിസ്റ്റേക്കിൽ നിന്ന് കൗണ്ടർ പോയത് ഒരു ഗോളിൽ കലാശിച്ചു. കോണർ മെറ്റ്കാൽഫിന്റെ ബോക്സിന് പുറത്തുനിന്നുള്ള ഒരു പവർഫുൾ ഷോട്ട്. ഗോൾ കീപ്പർ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. സ്കോർ 2-0. നമ്മൾ ഈ സ്കോർ നേരെ വിപരീതമായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ നടന്നത് ഇങ്ങനെയും. അതാണ് വേൾഡ് കപ്പ് മാച്ചസ് എന്ന് പറയുന്നത്. ആരെയും തള്ളിക്കളയാൻ പറ്റില്ല. തുർക്കി അവസാനത്തെ നിമിഷങ്ങളിൽ കോർണറുകളും ചാൻസുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഓസ്ട്രേലിയ അത് നല്ല വൃത്തിക്ക് തന്നെ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ലോകകപ്പിൽ നമുക്ക് കിട്ടിയ ആദ്യത്തെ ഷോക്കാണ് ഈ ഒരു മത്സരം. ഇനി എത്ര കിടക്കുന്നു? ഏതായാലും ഓസ്ട്രേലിയ മികച്ച ഡിഫൻസ് കാഴ്ചവെച്ച് ഈ ഒരു 3 പോയിന്റ് നേടിയിട്ടുണ്ട്. സോ ഈ കളിയെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒന്ന് കമന്റിൽ രേഖപ്പെടുത്തും. മാത്രമല്ല നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ.